ബിഗ് ബോസ് സീസൺ 8-ൻ്റെ അഗ്നിപരീക്ഷ എപ്പിസോഡ് 3 തുടങ്ങുമ്പോൾ തന്നെ ഇതൊരു സാധാരണ എപ്പിസോഡല്ലെന്ന് വ്യക്തമായിരുന്നു. കാരണം ഇത് എലിമിനേഷൻ എപ്പിസോഡാണ്. ആദ്യ 2 എപ്പിസോഡിൽ നമ്മൾ കണ്ടത് കണ്ടസ്റ്റൻസിൻ്റെ എൻട്രിയും അവരുടെ ആദ്യ റിയാക്ഷൻസും ചെറിയ ചെറിയ ക്ലാഷസുമായിരുന്നെങ്കിൽ എപ്പിസോഡ് 3-ൽ കളി കുറച്ചുകൂടി സീരിയസ് ആയി. ആദ്യം തന്നെ നോക്കാം, ഈ 40 കണ്ടസ്റ്റൻസ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യ എപ്പിസോഡിൽ ജയിച്ച ടീമിലെ 20 പേരും തോറ്റ ടീമിലെ 20 പേരും അങ്ങനെ 40 പേരെ വീണ്ടും 4 ടീംസായി തിരിച്ചു. ടീം എ, ടീം ബി, ടീം സി, ടീം ഡി. ടീം എയുടെ ക്യാപ്റ്റൻ താഷി, ടീം ബിയുടെ ക്യാപ്റ്റൻ പ്രണവ്, ടീം സിയുടെ ക്യാപ്റ്റൻ അഭിരാം, ടീം ഡിയുടെ ക്യാപ്റ്റൻ ലളിത. ഇനി ഇവരുടെ മുന്നിലെ ആദ്യ ചലഞ്ച് ടൈം സ്റ്റാമ്പ് ടാസ്ക്. ടാസ്ക് വളരെ സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ എക്സിക്യൂഷൻ അത്ര എളുപ്പമല്ല. ഓരോ ടീമിലെയും കണ്ടസ്റ്റൻസ് 60 സെക്കൻഡ്സ് ഉള്ള ബസർ സമയത്തോട് കഴിയുന്നത്ര അടുത്തെത്തിച്ച് പ്രസ് ചെയ്യുന്നു. അത് 60 സെക്കൻഡ്സിനോട് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്ന ടീമായിരിക്കും വിന്നർ. പക്ഷേ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ കൂടി ഉണ്ടായിരുന്നു. ടീം എ ക്യാപ്റ്റൻ താഷിക്കും ടീം ബി ക്യാപ്റ്റൻ പ്രണവിനും ഇൻഫിനിറ്റി പെഡൻ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടാസ്കിൻ്റെ റിസൾട്ട് ഇവരുടെ ഗെയിമിനെ നേരിട്ട് ബാധിക്കുമായിരുന്നു. ഇതിനിടയിൽ ടീം സിയുടെ ക്യാപ്റ്റനായി അഭിരാം തിരഞ്ഞെടുക്കുന്ന സമയത്ത് റിയാസ് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ക്യാപ്റ്റനായാൽ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുമോ? കേൾക്കുമ്പോൾ ഒരു സാധാരണ ചോദ്യം പോലെ തോന്നാം, പക്ഷേ ഇതൊരു ഇന്നസെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നോ? കാരണം അഭിരാമിൻ്റെ ജെൻഡർ റിലേറ്റഡ് നിലപാടുകളും റിയാസിൻ്റെ LGBTQ ഐഡൻറ്റിറ്റിയും തമ്മിൽ ആശയപരമായ വ്യത്യാസങ്ങൾ നേരത്തെ തന്നെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം നേരിട്ടുള്ളതല്ലെങ്കിലും അതിനുള്ളിൽ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒളിഞ്ഞിരിക്കുന്നതായി തോന്നി. അഭിരാമിൻ്റെ മറുപടിയും വളരെ ക്ലിയറായിരുന്നു. ഞാൻ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യും. പക്ഷേ ഇതവിടെ യോജിച്ചതായി ഞങ്ങൾക്ക് തോന്നിയില്ല. ടാസ്ക് തുടങ്ങി. ടീം എ 44.75 സെക്കൻഡ്സ്, ടീം ബി ആദ്യം ഡിസ്പ്ലേയിൽ 45.41 സെക്കൻഡ്സ്. പക്ഷേ എക്യുപ്മെൻറ്റ് ശരിയായി പ്രവർത്തിച്ചില്ലെന്ന പരാതിയെ തുടർന്ന് അത് പിന്നീട് 42.62 സെക്കൻഡ്സായി കറക്റ്റ് ചെയ്തു. പിന്നെ ടീം സി 33.96 സെക്കൻഡ്സ്. അവസാനം ടീം ഡി 51.18 സെക്കൻഡ്സ്. അങ്ങനെ റിസൾട്ട് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ടൈം എടുത്തത് ടീം സി 33.96 സെക്കൻഡ്സ്. ഇവിടെ തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ടീം സി ആയിരുന്നു ഈ റൗണ്ടിൽ ഏറ്റവും പിന്നിൽ. അതോടെ ടീം സിയിലെ ഇൻഫിനിറ്റി പെഡൻ ഹോൾഡറിനും വലിയ തിരിച്ചടിയായി. തോറ്റുപോയ ടീമായതുകൊണ്ട് പ്രണവിനും ഷിജുലാലിനും ഇൻഫിനിറ്റി പെഡൻസ് നഷ്ടമായി. പക്ഷേ ടീം സിയുടെ ക്യാപ്റ്റനായിരുന്ന അഭിരാമിന് ക്യാപ്റ്റൻ എന്ന നിലയിൽ എലിമിനേഷൻ ഇമ്മ്യൂണിറ്റിയും ലഭിച്ചു. അങ്ങനെ ടീം സിയിൽ നിന്ന് ഒരാൾ പുറത്തു പോയതോടെ ആ വാക്കൻറ്റ് പൊസിഷനിലേക്ക് മറ്റൊരാളെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം വന്നു. 10 സെക്കൻഡ്സ് ബട്ട് നോ ഡിസിഷൻ. ഇതിനായി ബാക്കിയുണ്ടായിരുന്ന 6 ഇൻഫിനിറ്റി പെഡൻ ഹോൾഡേഴ്സിനെയാണ് ഡിസിഷൻ എടുക്കാൻ ഏൽപ്പിച്ചത്. അവർക്കൊരു ടൈം സോൺ വെറും 10 സെക്കൻഡ്സ്. ആദ്യ ഡിസിഷൻ പൂജ. പക്ഷേ മെജോറിറ്റി ഇല്ല. അപ്പോൾ രഞ്ജിനി വീണ്ടും ചോദിച്ചു, ഡിസിഷൻ ശരിയാണോ? വീണ്ടും 10 സെക്കൻഡ്സ്. ഇത്തവണ അഫിയ. പക്ഷേ അവിടെയും ക്ലാരിറ്റി ഇല്ല, മെജോറിറ്റി ഇല്ല. ഡിസിഷൻ എടുക്കുന്നതിന് പകരം ഇവർ തമ്മിൽ ഡിസ്കഷൻ. അവസാനം കൺഫ്യൂഷൻ തന്നെ. അപ്പോഴാണ് രഞ്ജിനി ശരിക്കും പൊട്ടിത്തെറിക്കുന്നത്. വെറും 10 സെക്കൻഡ്സ് കൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്ന തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ ആണ് അവിടെ രഞ്ജിനി പ്രകടിപ്പിച്ചത്. കാരണം പവർ കിട്ടിയാൽ അതിനൊപ്പം ഡിസിഷൻ മേക്കിങ്ങും എബിലിറ്റിയും വേണം. അല്ലാതെ പവർ കൈവച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ ആ പവർ കൊണ്ട് എന്ത് കാര്യം? അവസാനം രഞ്ജിനി 6 പേരെയും കോൾ ഔട്ട് ചെയ്തു. അവരുടെ ഇൻഫിനിറ്റി പെഡൻസ് തിരികെ വാങ്ങുകയായിരുന്നു. അങ്ങനെ എപ്പിസോഡ് 3-ൽ ആദ്യ ഭാഗം തന്നെ കൺഫ്യൂഷൻ, പവർ സ്ട്രഗിൾ, ഡിസിഷൻ മേക്കിംഗ് ഫെയിലിയർ എല്ലാം കൊണ്ട് ചൂട് പിടിച്ചു.
അവസാനം വന്നത് ഏറ്റവും ടെൻസായ ഭാഗം, എലിമിനേഷൻ. 10 കണ്ടസ്റ്റൻറ്റിൻ്റെ ഫേറ്റ് തീരുമാനിക്കേണ്ട സമയം. അവിടെ ആദ്യം റിയാസ് ഷാമിനെ സേവ് ചെയ്തു, പിന്നെ അഖിൽ ഷിംതിനെ സേവ് ചെയ്തു, അഖിൽ ഷാനുവിനെയും ഷിജുവിനെയും സേവ് ചെയ്തു, പിന്നീട് ഷിഞ്ചിത്തിനെയും സേവ് ലഭിച്ചു. റിയാസാണ് ഷിഞ്ചിത്തിനെ സേവ് ചെയ്തത്. പക്ഷെ സേവ് ആകാത്തവർക്ക് വേണ്ടി ഇനി ഓരോരുത്തരായി പുറത്തേക്കുള്ള വാതിൽ തുറക്കുകയായിരുന്നു. എലിമിനേഷൻ നമ്പർ 1, ബിജു. ആദ്യ എലിമിനേഷൻ. ബിജു വളരെ വിസിബിലിറ്റി പിസ്ഡ് ഓഫ് ആയിരുന്നു. പ്രത്യേകിച്ച് ടീമിനോടുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റ് അദ്ദേഹത്തിൻ്റെ റിയാക്ഷനിൽ വ്യക്തമായിരുന്നു. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരാൾ ഷോൾഡറിൽ ടച്ച് ചെയ്തപ്പോൾ പോലും എന്നെ ആരും പിടിക്കണ്ട എന്നായിരുന്നു ബിജുവിൻ്റെ പ്രതികരണം. അതൊരു സാധാരണ റിയാക്ഷൻ ആയിരുന്നില്ല. അവിടെ വലിയൊരു ഇമോഷണൽ ബ്രേക്ക് ഡൗണിൻ്റെ വൈബ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പിസോഡ് 3 ആദ്യ എലിമിനേഷൻ. എലിമിനേഷൻ നമ്പർ 2, ആരാധ്യ. അടുത്തതായി വന്നത് ആരാധ്യ. വെറും 18 വയസ്സ്, 18 മാത്രം. അതുകൊണ്ട് തന്നെ ആരാധ്യയോട് രഞ്ജിനിക്കൊരു പ്രത്യേക സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. എലിമിനേഷൻ അനൗൺസ് ചെയ്ത ശേഷം രഞ്ജിനി അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞത്, "ദ വേർഡ് ഈസ് യുവേഴ്സ്, യു ആർ ജസ്റ്റ് 18." ഒരു ഹഗിൽ തന്നെ രഞ്ജിനിയുടെ ഇമോഷൻ വ്യക്തമായിരുന്നു. അങ്ങനെ എപ്പിസോഡ് 3 രണ്ടാം എലിമിനേഷൻ, ആരാധ്യ. എലിമിനേഷൻ നമ്പർ 3, നിതിൻ. മൂന്നാമത്തെ എലിമിനേഷൻ, നിതിൻ. ഇവിടെ ജഡ്ജസിൻ്റെ ഒബ്സർവേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഇൻവിസിബിൾ ആയിരുന്നു എന്നതായിരുന്നു അവരുടെ വിലയിരുത്തൽ. ആദ്യ ദിവസം കണ്ടു, പക്ഷെ 2ാം ദിവസം അത്ര നോട്ടീസബിൾ ആയിരുന്നില്ല. ബിഗ് ബോസ് ഹൗസിൽ ഒരു കണ്ടസ്റ്റൻറ്റിന് ഏറ്റവും വലിയ ഡേഞ്ചർ എന്താണെന്നറിയോ? തെറ്റായ പെർഫോമൻസ് അല്ല, ഇൻവിസിബിൾ ആകുന്നതാണ്. കാരണം ഷോ 3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇത്രയും ഏർലി സ്റ്റേജിൽ തന്നെ ഓഡിയൻസിൻ്റെ ശ്രദ്ധയിൽ പെടാതെ പോയാൽ അത് എലിമിനേഷനിലേക്ക് എത്തിക്കാം. അങ്ങനെ മൂന്നാമതായി പുറത്തായത് നിതിൻ. എലിമിനേഷൻ നമ്പർ 4, റാഷ. പക്ഷെ 4ാമത്തെ എലിമിനേഷൻ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. റാഷ അവിടെ വളരെ ക്ലിയർ ആയൊരു നിലപാടുണ്ട്. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത് എൻ്റെ കാരണമല്ല, മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കാരണമാണ് ഞാൻ എലിമിനേഷൻ സ്റ്റേജിൽ നിൽക്കുന്നതെന്ന് റാഷ പറഞ്ഞു. അതുമാത്രമല്ല, ഞാനിവിടെ നിൽക്കാൻ അർഹയായ ആളല്ല. അപ്പോൾ അഖിൽ നേരെ ചോദിച്ചു, "ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ബ്ലെയിം ചെയ്യുന്നുണ്ടോ?" റാഷയുടെ മറുപടി, "യെസ്, ഞാൻ എൻ്റെ ടീം ക്യാപ്റ്റനെ ബ്ലെയിം ചെയ്യും." അവിടെ പിന്നെ കാര്യങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു. അഖിലിൻ്റെ റെസ്പോൺസ് അതിലും സ്ട്രെയിറ്റ്. അപ്പോൾ ബ്ലെയിം ചെയ്തുകൊണ്ട് ഇറങ്ങിക്കോളൂ, യു ആർ എലിമിനേറ്റഡ്. ബൂം. അങ്ങനെ എപ്പിസോഡ് 3 4ാമത്തെ എലിമിനേഷനും കൂടി തീരുമാനമായി. എപ്പിസോഡ് 3 നമ്മൾ കണ്ടത് വെറും ഒരു എലിമിനേഷൻ അല്ല. പവർ കിട്ടിയപ്പോൾ ഡിസിഷൻ എടുക്കാൻ കഴിയുമോ? ടീമിനെ ലീഡ് ചെയ്യാൻ കഴിയുമോ? സ്വന്തം പെർഫോമൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ കഴിയുമോ? ഓഡിയൻസിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയാൽ എന്ത് സംഭവിക്കും? അതിനേക്കാൾ പ്രധാനമായി, എലിമിനേഷൻ നേരിടുമ്പോൾ ബ്ലെയിം ചെയ്യുന്നതാണോ ശരി? അതോ സ്വന്തം ഗെയിമിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതാണോ? പൂജയ്ക്ക് എപ്പിസോഡ് 2 ഉണ്ടായതുപോലെ തന്നെ എപ്പിസോഡ് 3 അക്കൗണ്ടബിലിറ്റി എന്ന വേർഡ് പലരുടെയും ഗെയിമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറുകയാണ്. ഒരാൾക്ക് പവർ കിട്ടി, ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞില്ല. ഒരാൾ ക്യാപ്റ്റനായിരുന്നു, ടീമിൻ്റെ പെർഫോമൻസ് തിരിച്ചടിയായി. ഒരാൾ എലിമിനേഷൻ സ്റ്റേജിലെത്തിയപ്പോൾ എൻ്റെ ഫോൾട്ട് അല്ല എന്ന് പറഞ്ഞ് അവസാനം ബിഗ് ബോസ് ഹൗസ് നമ്മളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഈ ഗെയിമിൽ സർവൈവ് ചെയ്യാൻ ടാലൻറ്റ് മാത്രം മതിയോ? അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനുള്ള കറേജ്, സ്വന്തം മിസ്റ്റേക്ക് എടുക്കാനുള്ള മെച്യൂരിറ്റി, പിന്നെ ഓഡിയൻസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള എബിലിറ്റി, ഇതെല്ലാം കൂടി വേണമോ? എപ്പിസോഡ് 3 അതിൻ്റെ ആദ്യ വലിയ സൂചന തന്നു. ബിക്കോസ് ഇൻ ബിഗ് ബോസ്, വൺ ബാഡ് ഡിസിഷൻ ക്യാൻ ചേഞ്ച് ദ എൻറ്റയർ ഗെയിം. ഇനി നിങ്ങൾ പറയൂ, ഈ എലിമിനേഷനിൽ ഏറ്റവും കൂടുതൽ അൺഎക്സ്പെക്റ്റഡ് ആയത് ആരുടേതായിരുന്നു? ആൻഡ് ഹു ഡു യു തിങ്ക് ഈസ് ആക്ച്വലി പ്ലേയിങ് ദ ഗെയിം?